കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ്, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഭരിക്കുന്ന സർക്കാർ UDF സർക്കാർ എങ്ങനെയാണ് BJPയുടെ താളത്തിനൊത്ത് തുള്ളുന്നവരായി മാറുന്നത്? ഇതാ നമ്മുടെ മുന്നിൽ ഒടുവിലത്തെ തെളിവുണ്ട്. കാലടി സർവകലാശാലയിൽ നടന്ന 2 സംഭവങ്ങൾ. ഒന്ന്, അവിടുത്തെ SFI വിദ്യാർത്ഥികൾ സിസ തോമസിനെതിരെ പ്രതിഷേധ സമരം നടത്തുന്നു. ആ സമരത്തെക്കുറിച്ച് പുറത്തു വന്ന വാർത്ത എന്താണ്? സർവകലാശാലയിൽ വൈസ് ചാൻസലർ സിസ തോമസിൻ്റെ സംസ്കാരം നടത്തി പ്രതിഷേധിച്ചു SFI പ്രവർത്തകർ എന്നാണ്. എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്ത വന്നു. PROയോ അതല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും അധ്യാപകരോ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും അനുഭാവികളോ എഴുതി കൊടുക്കുന്നത് അതുപോലെ അച്ചടിച്ച് വാർത്തയാക്കി നമ്മുടെ മാധ്യമങ്ങൾ. സത്യമൊന്ന് അന്വേഷിക്കാൻ ഒരു മാധ്യമപ്രവർത്തകന്റെ പ്രാഥമിക കടമ പോലും നിർവഹിക്കാതെ വാർത്ത കൊടുത്തു നമ്മുടെ മാധ്യമങ്ങൾ. കാരണം SFIക്കെതിരെയാണ്, CPMനെതിരെയാണ്. അതുകൊണ്ട് തന്നെ ആലോചിക്കേണ്ട, അന്വേഷിക്കേണ്ട, ആര് എന്തു പറഞ്ഞാലും വാർത്തയാക്കുന്ന രീതി, അതാണ് സർവകലാശാലയിൽ കണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ സർവകലാശാലയിൽ നടന്നത്? ഈ ദൃശ്യങ്ങൾ നമ്മോട് അക്കാര്യം പറയും. കാണാം. കാലടി സംസ്കൃത സർവകലാശാലയിലെ തിയേറ്റർ വിഭാഗം വിദ്യാർത്ഥികൾ അവർ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ലൈറ്റ് മരിച്ചേ എന്ന നാടകം കാലടി യൂണിവേഴ്സിറ്റിയിലെ നാടക വിദ്യാർത്ഥികളുടെ പ്രസ്താവന എന്ന തലക്കെട്ടോടുകൂടിയാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ആദ്യ ഭാഗം ഇങ്ങനെയാണ്: ലോകമുണ്ടായ കാലം മുതൽ പ്രതിഷേധങ്ങളും സമരങ്ങളുമുണ്ട്. സമരങ്ങൾക്ക് പല മാർഗങ്ങളുണ്ട്. നാടകപ്രവർത്തകരായ ഞങ്ങൾ പഠിക്കുന്ന സംസ്കൃത സർവകലാശാലയിലെ തിയേറ്റർ വിഭാഗം വിദ്യാർത്ഥികൾ കാലാകാലങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നമാണ് പര്യാപ്തമായ ലൈറ്റുകൾ ഇല്ലായ്മ. കഴിഞ്ഞ നാഷണൽ കലോത്സവത്തിൽ ഇന്ത്യയിലെ മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ട പറച്ചി നാടകം ചെയ്തത് ഞങ്ങളാണ്. അന്ന് നാഷണൽ ഫെസ്റ്റിവലിന് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ നിന്ന് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് വാടകയ്ക്കെടുത്തു. അതിൻ്റെ വാടക 18,000 രൂപ ഇന്ന് വരെ യൂണിവേഴ്സിറ്റി അനുവദിച്ച് തന്നിട്ടുമില്ല. ഒരു വലിയ സമരം നടക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ നാടക വിദ്യാർത്ഥികൾ ഒരു സിംബോളിക് നാടകം ഉണ്ടാക്കുന്നു. കാലാകാലങ്ങളായി സിംബോളിക് നാടകങ്ങളാണ് പ്രതിഷേധ പരിപാടികൾക്ക് അവതരിപ്പിച്ചു പോരുന്നത്. സിംബോളിക് നാടകത്തിൽ ഡിപ്പാർട്ട്മെന്റിന്റെ കേടായ ലൈറ്റുകൾ എന്ന പ്രോപ്പർട്ടിയുമായി 2 ലൈറ്റുകൾ കാനുകൾ ഉപയോഗിച്ച് ഒരു നാടകം ഉണ്ടാക്കുന്നു. ലൈറ്റ് മരിച്ചേ എന്നാണ് നാടകത്തിൻ്റെ പേര്. ആ ലൈറ്റുകൾക്ക് അന്ത്യ ഉപചാരം അർപ്പിക്കുവാൻ ഒത്തുകൂടിയ നാടക പ്രവർത്തകരാണ് കഥാപാത്രങ്ങൾ. അതിൽ ഒരു പുരോഹിത വേഷം പോലെ അണിഞ്ഞയാൾ അധികാരത്തിൻ്റെ പ്രതിരൂപമാണ്. ലൈറ്റുകൾ താങ്ങിക്കൊണ്ടുവന്ന് മരിച്ചുപോയ ലൈറ്റിന് അവസാന ചുംബനം ചെയ്യുന്ന സമയം നാടകം അവസാനിക്കും. പിന്നീട് അതൊരു ഇംപ്രവൈസ്ഡ് പെർഫോമൻസ് ആയി മാറുന്നു. അതിലുപയോഗിച്ച പാട്ടുകൾ പണ്ഡിറ്റ് കറുപ്പൻ്റെ ശാന്തിഗീതവും ഒപ്പീസുമാണ്. ഇത് സൂചിപ്പിക്കുന്നത് ലൈറ്റുകൾ സർവ്വമതത്തിലും പെടുന്നതാണ് എന്നാണ്. ഈ പ്രതിഷേധത്തെയാണ് SFI പ്രവർത്തകർ സിസ തോമസിന്റെ സംസ്കാരം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്തയാക്കിയത് നമ്മുടെ മാധ്യമങ്ങൾ. ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടല്ലോ. ഇനി രണ്ടാമത്തെ സംഭവം,
സിസ തോമസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് സിസ തോമസ് പരാതി നൽകുന്നു പോലീസിൽ. എപ്പോൾ? പ്രതിഷേധം കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം. അതും വൈസ് ചാൻസലറെ ഗവർണറെ കണ്ടതിന് ശേഷം. ഗവർണർ DGPയെ വിളിച്ച് ശാസിക്കുന്നു, നിർദ്ദേശം നൽകുന്നു, കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ സിസ തോമസിനെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ അവരെ കയ്യേറ്റം ചെയ്തില്ല. ഇപ്പോൾ സിസ തോമസ് പറയുന്നത് എൻ്റെ മുടി പിടിച്ചു വലിച്ചു, എന്നെ കയ്യേറ്റം ചെയ്തു എന്നാണ്. എന്നാൽ ആദ്യം ആ പരാതി ഉണ്ടായിരുന്നില്ല സിസ തോമസിന്. 2 FIRകൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യ FIRൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. എന്നാൽ സിസ തോമസിന്റെ പരാതി ലഭിച്ചതിന് ശേഷം വീണ്ടും FIR ഇടുന്നു തിരുത്തിക്കൊണ്ട്. അതിലാണ് സിസ തോമസിനെ ആക്രമിച്ചു എന്ന് പറയുന്നത്. എന്നാൽ CCTV ദൃശ്യങ്ങൾ നമ്മോട് സത്യം പറയുന്നുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ പോലും പരിശോധിക്കാൻ തയ്യാറായില്ല പോലീസ്. ആഭ്യന്തരമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കേസെടുത്ത് 4 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുന്നു. ഇല്ലാത്ത സംഭവത്തിന്റെ പേരിൽ, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ. സംഘപരിവാറുകാർ ആജ്ഞാപിക്കുമ്പോൾ അതിനനുസരിച്ച് തുള്ളുന്നവരായി നമ്മുടെ മന്ത്രിമാർ മാറുന്നത് എന്തുകൊണ്ട്? UDF സർക്കാർ മാറുന്നത് എങ്ങനെ? മുസ്ലിം ലീഗ് അടക്കമുള്ള UDFന്റെ നട്ടലായ സംഘടനകൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളം ഭരിക്കുന്നത് സംഘപരിവാർ തന്നെയാണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു സംഭവം കൂടിയാണ് കാലടി സർവകലാശാലയിൽ നടന്നത്.